ശാപത്തിൽ നിന്നുമെല്ലാം വീണ്ടെടുക്കുന്നതിനായി ദൈവം സ്വർഗം വിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും മനുഷ്യനായി തന്നെ വന്നത് അതുകൊണ്ട് തന്നെയാണ്. മനുഷ്യൻ പാപിയാണ്, മനുഷ്യന് പാപമുണ്ട്. പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാത്ത പാപമാണ്. ദൈവത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് അകന്നു പോകുന്നതും പാപമാണ്. മനുഷ്യനെ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത് അവന്റെ മൂക്കിലൂടെ ശ്വാസം ഊതിവിട്ട് അവൻ ദേഹിയായി തീർന്നു. അവന്റെ തുടർന്ന് ഇങ്ങോട്ട് ഭൂമിയിൽ ജനം ധാരാളമായി അവൻ ഇണയും കൊടുത്തു. ജനം ധാരാളമായി തീർന്നു. ഹല്ലേലൂയ. ഭൂമി മുഴുവൻ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു തന്നെയാണ്. എന്നാൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന്, മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ചില കൽപ്പനകളൊക്കെ കൊടുത്തിരുന്നു മനുഷ്യർക്ക് വേണ്ടി. ഹല്ലേലൂയ. ദൈവം കൊടുത്ത ആ കൽപ്പനകളെ മനുഷ്യൻ മാനിക്കാതെ വന്നു, അനുസരിക്കാതെ വന്നു. അതിനെയാണ് പാപമായി മാറിയത്. ഹല്ലേലൂയ. ആദ്യ മനുഷ്യനോട് തന്നെ ആ പാപം തുടർന്നുള്ള അവസ്ഥയിലേക്ക് വന്നുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നുമെല്ലാം വീണ്ടെടുക്കുന്നതിനായി 2025 വർഷ കാലങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ബലിയാടായി തീർന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. തന്റെ മക്കൾ ജഡരക്തമോട് കൂടിയതായതുകൊണ്ട് താനും ജഡരക്തമായി തന്നെയാണ് ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മാത്രമല്ല, മനുഷ്യനുണ്ടായിരിക്കുന്ന ഏതരം ദുരിതങ്ങളായിരുന്നാലും, അവന്റെ കഷ്ടതകൾ, അവന്റെ വേദനകൾ, അവന്റെ പ്രയാസങ്ങൾ, അവന്റെ രോഗങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതിനെല്ലാം വിടുതൽ നൽകുന്നത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടെ പറയട്ടെ, അപ്പോസ്തലപ്രവൃത്തി 4:10 ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെയും മാനവരാശി രക്ഷയ്ക്കായി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിളിച്ചു പറയുന്നത്, മറ്റൊരു നാമമില്ല. മനുഷ്യന്റെ രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമാണ് ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നത്. ബൈബിൾ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് അവൻ ആ ജീവത്യാഗം നടത്തിയത്. നമുക്ക് വേണ്ടിയാണ്, മാനവരാശിക്ക് വേണ്ടിയാണ് അവൻ ഈ കഷ്ടതകൾ ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. മനുഷ്യനെ അവന്റെ കഷ്ടതയിൽ നിന്ന് വീണ്ടെടുത്തത്, അവന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത് കർത്താവായ യേശു ക്രിസ്തു. കാൽവരി ക്രൂശിൽ അവൻ ബലിയാടായി തീർന്നത്, അവൻ കഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയത്, അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടതും, ഹല്ലേലൂയ, അവിടുന്ന് മുൾക്കിരീടം അണിഞ്ഞതും, അവിടുന്ന് ദേഹവാസകലം അടികൊണ്ട് ചാട്ടമാരുടെ കൊണ്ട് ഉടവച്ചാല് പോലെ കീറി മുറിഞ്ഞതുമെല്ലാം മനുഷ്യരാശിക്ക് വേണ്ടിയായിരുന്നു. ആ സൗജന്യ രക്ഷാപദ്ധതിയെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതൊരു സൗജന്യ രക്ഷാപദ്ധതിയാണ്. മാനവതയെ, മനുഷ്യരെ മുഴുവൻ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ എടുത്ത ആ സൗജന്യ രക്ഷാപദ്ധതി നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ഹല്ലേലൂയ. മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, കാൽവരി ക്രൂശിലെ ബലിയാടായിരുന്ന സൗജന്യ രക്ഷാപദ്ധതി മാനവരാശിക്ക് വേണ്ടിയായിരുന്നു, മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനായി. മനുഷ്യനെ ഹല്ലേലൂയ ഒരിക്കൽ ഹല്ലേലൂയ ഒരു മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് കൽപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ മരണമുണ്ട് മനുഷ്യർക്ക് എല്ലാവർക്കും, അവന് ന്യായവിധിയുമുണ്ട്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു, മനുഷ്യൻ എങ്ങനെ ആയിരിക്കുന്നു, അവന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് എന്ന് ഒരിക്കൽ നമുക്കൊരു വിധി ഉണ്ടാകും. നമുക്കറിയാം, ഇന്ന് ഹല്ലേലൂയ, ഇന്ന് നമുക്ക് ഭൂമിയിൽ ഒരു വ്യവസ്ഥ, ഒരു നിയമമുണ്ട്. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ട്. ഹല്ലേലൂയ. വാഹനം ഓടിക്കുമ്പോൾ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ, ഹെൽമെറ്റ് വെക്കുമ്പോൾ വെച്ചില്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് ശിക്ഷയുണ്ട്. അതുപോലെ മറ്റു തെറ്റുകൾക്കൊക്കെ നമുക്ക് ഭൂമിയിൽ ശിക്ഷകളുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യനെ ആക്കി വെച്ചപ്പോൾ അവന് കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നില്ലായെങ്കിൽ ഹല്ലേലൂയ അവന് തീർച്ചയായിട്ടും ശിക്ഷാവിധി ഉണ്ടെന്നുള്ളത് തർക്കപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടൊരു പറയട്ടെ, ഒരു മനുഷ്യൻ ശരീരത്തായിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരും ക്രിസ്തുവിന്റെ അയാസത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണ്. മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് അനുസരിച്ച വിധിയാണ് നമുക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. മനുഷ്യർക്ക് അങ്ങനെ തന്നെ, മനുഷ്യന്റെ പ്രവൃത്തിക്ക് അനുസരണമായ വിധി തന്നെ ഉണ്ടാകും. നമുക്കറിയാം, ഇത് നമ്മൾ വേല ചെയ്താൽ നമുക്കിത് കൂലിയുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ മനുഷ്യന്റെ ഓരോ പ്രവൃത്തികൾക്കും അതിൻ്റെതായ ഹല്ലേലൂയ ഫലം നമുക്ക് ലഭിച്ചിരിക്കും. അത് ദൈവത്തിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. അവിടെ തന്നെ പറയട്ടെ, നന്മ ചെയ്ത് നിത്യജീവൻ പ്രാപിക്കാൻ ഹല്ലേലൂയ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നേരെ മറിച്ച്
തിന്മ ചെയ്ത് നമ്മൾ നരകത്തിലേക്ക് പോകാതെ എല്ലാ വേദശാസ്ത്രങ്ങളും സ്വർഗവും നരകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗവും നരകവും ഉണ്ട് എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയട്ടെ, നന്മ ചെയ്ത് നിത്യയിൽ പ്രാപിക്കുവാൻ, നിത്യയിലെ കർത്താവിനോടൊപ്പം ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ നമ്മൾ നന്മ ചെയ്യട്ടായിരിക്കുന്നു. മനുഷ്യനെ സ്നേഹിച്ചും മാനിച്ചും നന്മ ചെയ്തും ശത്രുവിനെ സ്നേഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും തന്നെ ആയിരിക്കണം തന്നെയാണ് ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അതിന് സമയമില്ല, നമുക്ക് അനുദിനം സ്നേഹിക്കാൻ സമയമില്ല. കർത്താവ് സ്നേഹമാണ്, യേശുക്രിസ്തു സ്നേഹമാണ്, അവൻ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ദുഷിക്കാനല്ല, ഹല്ലേലൂയ, തല്ലുകൂടാനല്ല, വഴക്കുണ്ടാക്കാനല്ല, കൊല ചെയ്യാനല്ല അവൻ പഠിപ്പിച്ചത്. അവൻ നമ്മളെ പഠിപ്പിച്ചത് സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കാനാണ് അവൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്നേഹം ഹല്ലേലൂയ നമ്മളിലേക്ക് തന്നിട്ടാണ് അവൻ പോയത്. എന്നാൽ ഓർക്കണമേ, മനുഷ്യനെ സ്നേഹിക്കുകയും മാനിക്കുകയും നന്മയും മാനിക്കണം തന്നെയാണ്, അന്യനെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയട്ടെ, ആ സ്നേഹവും ഹല്ലേലൂയ അന്യനുള്ള മാനിക്കുകയും ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വർഗ്ഗം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന്. നമ്മൾ അന്യനെ സ്നേഹിക്കുകയും മാനിക്കുകയും നന്മ ചെയ്യുകയും നമ്മൾ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ സ്വർഗ്ഗം നമ്മുടെ ഇടയിൽ തന്നെയാണ്. അവിടെ ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു വലിയ സാന്നിധ്യം തന്നെ നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് സ്വർഗ്ഗം നമ്മുടെ ഇടയിലാണെന്ന് പറഞ്ഞതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, അതുകൊണ്ട് പറയട്ടെ, ഹല്ലേലൂയ കാലം തിരിഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. കാലം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, അതുകൊണ്ട് പറയട്ടെ, കാലം തിരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. നമ്മൾ മാനസാന്തരപ്പെടുക, നമ്മൾ മാനസാന്തരപ്പെടുക തന്നെ ചെയ്യണം. നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ, മാനസാന്തരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് വേറിട്ട് മാറി ദൈവത്തിനെങ്കിലേക്ക് തിരിച്ചു വരുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് സമയമില്ല, ദൈവത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും നമുക്ക് സമയമില്ല. നമ്മൾ നട്ടോട്ട് ഓടുകയാണ്, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി തീർക്കുകയാണ്. നമ്മുടെ ഹല്ലേലൂയ ജീവിക്കുന്നതിനായി, ഹല്ലേലൂയ വിട്ടുപിടിക്കുന്നതിനായി, ഹല്ലേലൂയ അങ്ങനെ പല കാര്യങ്ങൾക്കാർക്ക്, ഹല്ലേലൂയ കുടുംബം പോറ്റുന്നതിനായി, മക്കളെ പോറ്റുന്നതിനായി, ഭാര്യയെ പോറ്റുന്നതിനായി, ഹല്ലേലൂയ ബന്ധുക്കളെ, ഹല്ലേലൂയ ഒക്കെയും എല്ലാവരെയും പോറ്റുന്നതിനായി നമ്മളുടെ തോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കാണുന്നു. ഹല്ലേലൂയ. അതിനിടയ്ക്ക് നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് സമയമില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മളൊന്ന് വീട് കഴിയുമ്പോൾ, നമ്മൾ രോഗശയ്യയിലായി കിടക്കുമ്പോൾ, നമുക്ക് ദൈവത്തിൽ നടക്കാൻ വയ്യാതെ കഴിയുമ്പോഴല്ല നമ്മൾ ദൈവത്തെ അറിയുന്നത്. നിന്റെ യൗവനത്തിലെ തന്നെ ദൈവത്തെ സൃഷ്ടികർത്താവിനെ നമ്മൾ തിരിച്ചറിയണം തന്നെയാണ്. നമ്മളിപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, നമ്മൾ ബുദ്ധിയോടെ ഇരിക്കുമ്പോൾ, നമ്മൾ ഹല്ലേലൂയ നമ്മൾ ആരോഗ്യത്തോട് ജോലി ചെയ്യുമ്പോൾ, ഈ സമയങ്ങളൊക്കെയാണ്, ആ യൗവന പ്രായത്തിൽ തന്നെയാണ് ദൈവം ഹല്ലേലൂയ സൃഷ്ടികർത്താവിനെ മനുഷ്യൻ അറിഞ്ഞിരിക്കുന്നത്, ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനിപ്പോ പറഞ്ഞതുപോലെ, നമ്മളൊന്ന് വീട് കഴിയുമ്പോഴല്ല, നമുക്ക് രോഗം ബാധിച്ച് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമ്പോഴല്ല നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. ഓർക്കണമേ, നേരത്തെ തന്നെ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കുള്ള സമയം നമ്മൾ കണ്ടെത്തും. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ വരരുത്. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ വീട് കഴിഞ്ഞിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ, ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം തന്നെയാണ്. കാരണമുണ്ട്, ആകാശത്തെയും ഭൂമിയെയും ആഴിയെയും അവയിലുള്ള സർവ്വത്തെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവത്തെ മറക്കുന്നവരെ ഞാൻ നിങ്ങളെ കീഴ്ക്കളയും തന്നെയാണ് വചനം നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, രോഗശയ്യയിൽ കിടക്കുമ്പോഴല്ല, ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, ബുദ്ധിയോടെ ഇരിക്കുമ്പോൾ, യൗവന പ്രായത്തിലെ തന്നെ നമ്മൾ ദൈവത്തെ സൃഷ്ടികർത്താവിനെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. തിരിച്ചറിയേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, ദൈവത്തെ മറക്കാൻ പാടില്ല. ഒരു ദിവസത്തിൽ ഹല്ലേലൂയ രാവിലെ ഒരു വൈകുന്നേരം വരെ അതിനിടയ്ക്ക് ഒരു അരമണിക്കൂർ നേരമെങ്കിലും എന്റെ ദൈവമേ എന്ന് വിളിക്കാനോ, ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുവാനോ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും പ്രാർത്ഥിക്കാനോ നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുതേ. ഞാനിപ്പോ പറഞ്ഞ പോലെ, നമ്മൾ രോഗശയ്യയിൽ കിടക്കുമ്പോഴല്ല നമ്മൾ ദൈവത്തെ തിരിച്ചറിയേണ്ടത്. നമ്മൾ ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ, നമ്മൾ സൃഷ്ടികർത്താവിനെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഹല്ലേലൂയ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ മാനവരാശി രക്ഷയ്ക്കായി യേശുവെന്നൊരു നാമമില്ലാതെ മറ്റു നാമമില്ലാതെ പറയുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, നമ്മൾ മറന്നുപോകാൻ പാടില്ല. മറ്റൊരു രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ മാനവരാശി രക്ഷയ്ക്കായി യേശുവെന്നൊരു നാമമില്ലാതെ മറ്റു നാമമില്ലാതെ നിങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഉണ്ടായിരിക്കുന്നത് ഹല്ലേലൂയ. ഈ ദേശത്തായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. കടകമ്പോൾ നടത്തുന്നവരെയും, വാഹനം ഓടിക്കുന്നവരെയും, ജോലി ചെയ്യുന്നവരെയും എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.